ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ഒരു ചെറിയ പൊങ്കാല ഇപ്പം നിലവിൽ നമ്മുടെ ബിഗ് ബോസ് താരം റെനീഷയുടെ ഫേസ്ബുക്ക് വാളിൽ നടക്കുന്നുണ്ട്. ഞാനത് പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. മറിച്ച് നമ്മുടെ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഒരു പതിവില്ലാത്തൊരു കോൺട്രവേഴ്സി വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയാസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരെടുക്കുന്ന വീഡിയോസ് എടുക്കുന്ന ആംഗിളുകൾ, അതല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള സ്ത്രീജനങ്ങൾ പൊങ്കാല ഇടുന്നത്, അവർ ഷൂട്ട് ചെയ്യുന്ന രീതി, അവർ ക്യാമറ വയ്ക്കുന്ന പൊസിഷൻ, ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി, ഒരു വിവാദം, അതല്ലെങ്കിൽ ഒരു വിമർശനം സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു മെയിൻ സ്ട്രീം മീഡിയകളിലേക്ക് വാർത്തയാകുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അന്ന രാജനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൽ ഏറ്റവും ചൂടുപിടിച്ച വിവാദങ്ങൾ നടന്നത്. അന്ന രാജൻ പൊങ്കാല ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ തന്നെയും കുറച്ച് വൾഗറായിട്ടുള്ള രീതിയിൽ അത് ചില ആംഗിളുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ച ഓൺലൈൻ മീഡിയാസ് ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രധാന വിമർശനം. ഇതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചോദ്യത്തിൽ പലരും ആളുകൾ പറയുന്നത് ഈ ഓൺലൈൻ മീഡിയാസിനെ മൊത്തത്തിലാണ് ബാൻ ചെയ്താൽ മതി. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്തേക്ക് ഓൺലൈൻ മീഡിയകൾക്ക് പ്രവേശനമില്ല എന്നുള്ള തരത്തിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ശരിക്കും ഓൺലൈൻ മീഡിയാസിനെ മൊത്തത്തിൽ ബാൻ ചെയ്യുക, അതല്ലെങ്കിൽ മീഡിയാസിനെ ഈ മേഖലയിലേക്ക് ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള വിവാദങ്ങളിൽ പെട്ടിട്ടുള്ളതോ അതല്ലെങ്കിൽ ഈ വൾഗറായിട്ട് ഷൂട്ട് ചെയ്യപ്പെട്ടുള്ളൂ എന്ന് പറയപ്പെടുന്ന ആരും തന്നെ പൊങ്കാല ഇടാൻ വേണ്ടി ചെല്ലില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതാണ്. പിന്നെ ഓൺലൈൻ മീഡിയാസിന് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ടൊരു ബാൻ കൊടുക്കാനും പറ്റില്ല, ഒരു അംബ്രല്ല ബാൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഒരു ലിമിറ്റ് വരെ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയാസ് മാത്രം കുത്തകയായിട്ട് വെച്ചിട്ടുള്ള ഒരു സംഗതിയല്ല. അത് മറ്റൊരു പൗരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ, അല്ലെങ്കിൽ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നത് വരെ ഉള്ള ഒരു ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് മീഡിയ ആയാലും വ്യക്തികൾക്കായാലും ഉണ്ട്. എഴുതി വെച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഇതിനൊക്കെ തന്നെയും ഒരു നിയമപരമായിട്ടൊരു ചട്ടക്കൂടില്ല എന്നുള്ളതിൻ്റെ പുറത്ത് നമുക്ക് ഈ പറയുന്ന റൈറ്റുകൾ, സർട്ടൺ റൈറ്റുകളൊന്നും തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റില്ല. ഫണ്ടമെൻ്റൽ റൈറ്റാണത്, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെട്ടിട്ടുള്ള ഈ സംഗതിയൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു എല്ലാവർക്കും ചേർന്നിട്ടൊരു ബാൻ അടിച്ചു കൊടുത്തിട്ട് ഈ പറയുന്ന എല്ലാവരും കൂടെ ഇവിടേക്ക് വരരുത് എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ പബ്ലിക് പ്ലേസിലാണ് ഈ ഗാദറിങ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ അങ്ങനെ ലിമിറ്റ് ചെയ്യുന്നതിനും ഒരു പരിമിതിയുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് വേറെയുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഒരാളുടെ പ്രൈവസി ഇതിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ ജനങ്ങൾക്ക് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിലെ ഓരോ ഓൺലൈൻ മീഡിയയ്ക്കും എൻ്റെ വീഡിയോ എടുക്കരുത്, അത് പബ്ലിഷ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട്, ആ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് വീഡിയോ എടുക്കാനോ അത് പബ്ലിഷ് ചെയ്യാനുള്ള ധൈര്യമൊന്നും ഓൺലൈൻ മീഡിയകൾക്ക് ഇവിടെ ഇല്ല. എന്തിന് മെയിൻ സ്ട്രീം മീഡിയകൾക്ക് പോലും ഇല്ല. അത് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രൈവസിയിലേക്ക് കടന്നു കയറുക എന്നുള്ളത്. അപ്പോൾ ഇവർ ഈ പറയുന്ന, മനസ്സിലാക്കിയിടത്തോളം ഈ സെലിബ്രിറ്റി സ്ത്രീജനങ്ങളിൽ പലരും പൊങ്കാല ഇടാൻ വേണ്ടി വരുന്നവർ വളരെ കുറഞ്ഞ പേരാണ് ഈ ഭക്തിയുടെ പുറത്ത് വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ തന്നെയും ഒരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ പുറത്ത് വരുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള അറ്റൻഷൻ സീക്കിങ്ങിന് നിന്ന് കൊടുക്കുന്നത്, ഈ ഓൺലൈൻ മീഡിയകൾക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ എല്ലാവരെയും കാടടച്ച് അധിക്ഷേപിക്കുകയല്ല, പക്ഷേ ഒരു വലിയ ഭൂരിപക്ഷം, അതല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയകളുടെ കണ്ണിന് മുന്നിൽ പെട്ടിട്ട് വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള, അതല്ലെങ്കിൽ അവരുടെ മോശം വീഡിയോസ് പ്രചരിക്കപ്പെട്ടു എന്ന് പരാതി പറയുന്ന കൂടുതൽ ആളുകളും ഈ അറ്റൻഷന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഈ രീതിയിലാണോ അറ്റൻറ്റീവ് ആവേണ്ടത്, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. അത് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഞങ്ങൾ ഫീൽഡിലൊക്കെ തന്നെ ഉണ്ട്, ഫീൽഡ് ഔട്ട് ആയിട്ട് പോയിട്ടില്ല എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു ഘോരമായുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഭക്തി പുരസ്കാരം വരുന്നതായിട്ട് ഇതിനെ കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഭക്തിപൂർവ്വം അവർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാം. എത്ര മീഡിയാസ് വന്നോട്ടെ, എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഇവരാരും തന്നെ മുതിരുന്നത് കണ്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ചിപ്പിയുമായിട്ട് ബന്ധപ്പെട്ട്, ചിപ്പി എന്ന് പറയുന്ന, ചിപ്പിയും പൊങ്കാലയും തമ്മിലൊരു അനിഷേധ്യമായ ബന്ധമുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് ചിപ്പി ഇല്ലാതെ ആറ്റുകാൽ പൊങ്കാല ഇല്ലാത്തതുപോലെയാണ്. അപ്പോൾ അവർ വരുന്നത് മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം വാർത്തയാക്കുന്ന, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് ബൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മത്സരിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്തും നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ്. അപ്പോൾ ചിപ്പി കഴിഞ്ഞ ദിവസം കൊണ്ട് ഓൺലൈൻ മീഡിയാസിനെ അവർ മറ്റൊരാൾ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇനിയും ശല്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. സോ അത്തരത്തിലുള്ള ഒരു സാധനം ഈ പറയുന്ന ബാക്കിയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ മീഡിയാസ് വരണം, അത് മില്യൺ കണക്കിന് വ്യൂസ് പോകണം, കേരളത്തിലെ പറ്റും കേരളവും കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകൾ കാണണം എന്നാഗ്രഹിച്ചിട്ട് തന്നെയാണ് അവർ ഈ പണി ഒപ്പിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തൊക്കെ മതേതരത്വം പറഞ്ഞാലും, സെക്കുലറിസം പറഞ്ഞിട്ടുണ്ടെങ്കിലും, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതിൻ്റെ ഒരു ആചാരമാണ്, റിലീജിയസ് ആണ്. ബൈ ദ ഡെഫിനിഷൻ ഇറ്റ് സെൽഫ് അതൊരു റിലീജിയസ് പ്രാക്ടീസാണ്. പിന്നെ അവിടെ സെക്കുലറിസം എന്ന് പറയുന്ന സാധനത്തിന് എന്ത് സ്ഥാനമാണുള്ളത്?
അപ്പം നമുക്കത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആളുകൾ വിശ്വാസമുണ്ടെങ്കിൽ ആ ചടങ്ങിനെത്തുക, ആ ആചാരം പിന്തുടരുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് മറ്റൊരു വേദിയായി മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളും അതിൻ്റെ പുറകിലേക്ക് വരുന്നത്. നാട്ടിൽ ഇഷ്ടംപോലെ ആചാരങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ എത്രയോ ഈ സതേൺ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഉള്ളതെന്നാണ് പറയുന്നത്. ഇതിൽ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു കണ്ണുമായിട്ട് ക്യാമറകളോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസോ ചെന്നിട്ട് അത് പകർത്തിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ പുറത്ത് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കുന്നതായിട്ട് അറിയില്ല. സോ ഇത്തരം ഒരു സ്ത്രീകൾ ഇത്രയധികം കൂടിച്ചേരുന്ന ഒരു സ്ഥലത്ത് കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് തന്നെയാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് ആളുകൾ വരുന്നത്. ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നവനും കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അവരത് ചെയ്യുന്നു, മറ്റേ ആൾ അതിന് സഹകരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ അന്നാരാജനൊക്കെ വന്ന് നടത്തിയത് പോയിട്ടുള്ള മാപ്പപേക്ഷ അല്ലെങ്കിൽ അങ്ങനെ പരാതി പറയുന്നതിലൊന്നും തന്നെ യാതൊരു കാര്യമില്ല. അതിലൊരു കഴമ്പില്ല, ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരത് ആ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വന്നു, ആ അറ്റൻഷൻ കിട്ടി. പക്ഷേ ഇത് കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു അമ്പലപ്പറമ്പാണോ അതല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ പരിപാടിയാണോ, ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരം, ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുന്ന സംഗതിയിലാണോ ഇത്തരത്തിലുള്ള സാധനം കൂട്ടിക്കുഴയ്ക്കുന്നത് എന്ന തരത്തിലൊക്കെ ഇത് എസ്കലേറ്റ് ആയി പോകുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിൽ വന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഇത് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അവർ ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ ഇത്തരത്തിലുള്ളൊരു സംഗതി കഴിഞ്ഞ കൊല്ലൊന്നും ഇത്രത്തോളം ഈ ഓൺലൈൻ മീഡിയാസ് അത്ര സജീവമായിട്ടുണ്ടായിരുന്നില്ല. എണ്ണത്തിൽ കുറവായിരുന്നിരിക്കാം, അതല്ലെങ്കിൽ അവരത്ര ആക്റ്റീവ് ആയിരുന്നില്ല. എന്തായാലും ഈ വർഷം അത് വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു പവിത്രമായിട്ടുള്ളൊരു സംഗതിയാണിത് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഐതിഹ്യവും കാര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ വിശ്വാസം അല്ലെങ്കിൽ അത് എന്നുള്ള രീതിക്ക് പറയുകയല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ബഹുമാനം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് കൊടുക്കാതിരിക്കുന്നിടത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അത് കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ മതം അതല്ലെങ്കിൽ ഭക്തി എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ നാട്ടുകാരെ മൊത്തം കാണിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മീഡിയാസിൻ്റെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ ആവാം, പക്ഷെ അതിനുശേഷം പിന്നീട് ഇരവാദം കൂടെ ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവരത് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങളൊരാളുടെ കാഴ്ച വസ്തുവായിട്ട് നിങ്ങൾ നിന്ന് കൊടുക്കുകയും അതൊരാൾ ഷൂട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തതിന് പുറത്ത് പിന്നീട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പരാതി പറയുന്നത് ഒട്ടും ആത്മാർത്ഥതയുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിനാണെങ്കിലും മെയിൻ സ്ട്രീം മീഡിയാസിനാണെങ്കിലും നിങ്ങളെന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരത് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അത് കൊടുക്കാതിരിക്കുന്ന ഒരു വർഷത്തോട് കൂടിയിട്ട് ചെറുപക്ഷേ ഈ സംഗതി അതോടുകൂടെ തീരുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ നിങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലോ കയറി ഇടപെട്ട് അഭിപ്രായം പറയുക എന്നുള്ളതല്ല. നമ്മൾ കാരണം ഈ പറയുന്ന ഒരു റിലീജിയസ് പ്ലേസിലുള്ള അത് ഡിവൈനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സികളിലേക്ക് പോവുകയും അതല്ലെങ്കിൽ ഒരു എന്താ പറയുക സെക്ഷൽ പെർവേർട്ടുകൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സംഗതിയായിട്ട് അവരുടെ നയന കുളിർമയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്ന എന്തോ ഒരു ചടങ്ങ് പോലെ ആക്കി തീർക്കുന്നത് ശരിയായിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മീഡിയ ആയിട്ടുള്ള നമ്മുടെ അതിൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു ഒരുപാട് പ്രായമുള്ള ഒരു പെൺകുട്ടിയല്ല, പക്ഷേ ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള. പക്ഷേ ആ കുട്ടി ഏത് മീഡിയ ആണെന്ന് എൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു, മാതാപിതാക്കളോ അല്ലെങ്കിൽ പാരൻ്റ് ആരോ ആണ് ചോദിക്കുന്നത് ഏത് മീഡിയ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന മീഡിയ ആണെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ആ കുട്ടിക്കൊരു ഷോൾ എന്തോ എടുത്ത് കൊടുക്കുന്നൊരു കാഴ്ച കണ്ടു. സോ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾക്കുള്ള ഒരു സ്ഥലമല്ല അത് ഓൺലൈൻ മീഡിയാസും മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ തേടിയിട്ട് ഈ ക്യാമറ കണ്ണുകൾ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു റീസൺ നിങ്ങളും തരേണ്ടതാണ്. ഇനി ക്യാമറ കണ്ണുകളെ നിങ്ങൾക്ക് തടയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള റൈറ്റ് ഉണ്ട്, അങ്ങനെ തന്നെ ധരിച്ചുകൊള്ളുക. പക്ഷേ നിങ്ങളത് പകർത്തരുത് എന്ന് പറയാനുള്ള സർവ്വ റൈറ്റും നിങ്ങൾക്കുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ പക്ഷം എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യരുത്, അത് പ്രചരിപ്പിക്കരുത് എന്ന് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് ഭക്തിയുടെ പുറത്ത് തന്നെയാണോ അമ്പലപ്പറമ്പിൽ വരുന്നത്, ആ ക്ഷേത്ര പരിസരത്ത് വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, ഈ ആചാരം നടപ്പിലാക്കുന്നത് എന്നുള്ള ചോദ്യം ബാലൻസ് ആണ്. അപ്പോൾ ഇത് രണ്ട് കൂട്ടരും പരസ്പരം ചോദിക്കേണ്ടതാണ്. ഒരു കൂട്ടർ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മറ്റൊരു കൂട്ടർ ഈ ഭക്തിയുടെ ഭാഗമായിട്ടാണ് ഇതിന് വരേണ്ടത്. അതും നിങ്ങളൊരു വയറ്റിപ്പഴപ്പിനോ അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയിട്ടില്ല, ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നിങ്ങൾ ആറ്റുകാൽ പൊങ്കാല വഴി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു സംഗതിയാണ്. അതൊരു മോശം പ്രവണതയാണ്. അതിനു വേണ്ടിയിട്ടൊരു വിശ്വാസികൾ സംഗമിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മര്യാദ എന്നുള്ളത്.
അതിന് ഒരുപാട് വഴികളുണ്ട് എന്നിരിക്കെ ഈ ഒരു വഴി തിരഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നാളെ ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ ഇപ്പം തന്നെ ചിപ്പി എന്നുള്ള പേരാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരിക. നാളെ ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ പിടുത്തത്തിനൊരു അവസരം, ഒരു സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് ആളുകളെ ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹകരണമെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. താങ്ക് യു.